കാരുണ്യാമൃതവാരിധിം കരളസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമീരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുധേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി വിരിപുണ്ണലോചനം അരുതിം നമതരക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാണ്ഡത്തിലെ 64-ാം സർഗമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അംഗദാദികൾ തിരിച്ച് അവിടെ എത്തുന്നതാണ് ഇവിടെ ഈ സർഗത്തിൽ പ്രതിപാദിക്കുന്നത്. സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഗ്രീവൻ രാമനോട് സംസാരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടത്. സന്തുഷ്ടനായ ആ ദതിമുഖൻ എന്ന് പറയുന്ന വാനരൻ രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും അഭിവാദനം ചെയ്ത് അവിടെ നിന്നും അവൻ്റെ കൂട്ടുകാരായ വാനരന്മാരോടും കൂടി മടങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ദതിമുഖൻ അവിടെ വന്നത് മധുവനം അംഗദാദികൾ തകർക്കുന്നു എന്നുള്ള വിവരം അറിയിക്കാനാണ്. അപ്പോൾ ആ വിവരം അറിയിച്ചു. ഇങ്ങനെ സുഗ്രീവൻ്റെ മറുപടിയും കേട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. മുമ്പ് വന്നതുപോലെ തന്നെ വളരെ വേഗത്തിൽ തിരിച്ച് ആ വനത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ആ ഉദ്ധരന്മാരായ വനരന്മാരൊക്കെ കൂടി മത്തൊക്കെ അടങ്ങി തേനൊക്കെ കുടിച്ച് അങ്ങനെ അവശരായിട്ട് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അവൻ കുപ്പയോടെ അവരുടെ അടുത്തെത്തി അംഗദനോട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, അല്ലേ സൗമ്യ, ഇവരെ തടഞ്ഞതിൽ അങ്ങ് കോപിക്കരുത്. കവൽക്കാർ അറിവില്ലാതെ കോപം കൊണ്ട് തടഞ്ഞതാണ്. ദൂരെ നിന്ന് തളർന്നു വരുന്ന അങ്ങ് സ്വന്തം തേൻ സേവിച്ചുകൊള്ളുക. മഹാബലനായ ഇളയരാജാവായ അങ്ങ് തന്നെയാണ് ഈ വനത്തിൻ്റെ നാഥൻ. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നേരത്തെ കോപം കൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞുവെങ്കിൽ അങ്ങത് ക്ഷമിക്കണം. വാനരോത്തമനായ അങ്ങ് അച്ഛൻ എപ്രകാരമാണോ വാനരന്മാർക്ക് രാജാവായിരുന്നത്, അതുപോലെ ഇപ്പോൾ അങ്ങും സുഗ്രീവനും മറ്റു തരത്തിലുള്ള വാനരന്മാരുമെല്ലാം ഇവിടെ വന്നെത്തിയ വിവരം ഞാൻ അങ്ങയുടെ പിതൃവ്യൻ്റെ അടുത്ത് പോയി അറിയിക്കുകയുണ്ടായി. ഈ വാനരന്മാരോടൊത്ത് അങ്ങിവിടെ വന്ന വൃത്താന്തം കേട്ട് അദ്ദേഹം സന്തുഷ്ടനായി. വനം തകർത്തു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കോപമല്ല ഉണ്ടായത്, മറിച്ച് വളരെ സന്തോഷമാണ്. അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുകയാണ്. ദതിമുഖൻ്റെ ഈ മനോഹരമായ വാക്കുകൾ കേട്ടിട്ട് അംഗദൻ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു. ഇദ്ദേഹം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ വാനരവീരന്മാരെ രാമൻ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്കുടനെ അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. ഇവിടെ നിന്നിനി നേരം കളയേണ്ടതില്ല. ആവശ്യത്തിന് വേണ്ട ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സുഗ്രീവനെയും ശ്രീരാമചന്ദ്രനെയും കാണാനായിട്ട് പോകാം. നിങ്ങളൊക്കെ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അംഗദൻ പറഞ്ഞു. അംഗദൻ്റെ ഇത്തരം വാക്കുകൾ കേട്ടപ്പോൾ ആ വനരന്മാരെല്ലാവരും സന്തോഷത്തോടുകൂടി, അല്ലേ മഹാരാജാവായ അംഗദ, അങ്ങ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അങ്ങേപ്പോലെ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാമെന്നൊക്കെ പറയുന്ന ഏതെങ്കിലും പ്രഭുക്കന്മാരുണ്ടാവുമോ? എന്തായാലും വാനരരാജാവായ സുഗ്രീവനെ കാണാനുള്ള സമയം അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങയുടെ ആജ്ഞ കിട്ടിയാൽ നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നവരോടുകൂടി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടു. ആ ബലശാലികൾ മാളത്തേക്ക് കുതിച്ച് ആകാശമാർഗത്തിലൂടെ പോയി എന്നാണ് പറയുന്നത്. കവണയിൽ നിന്ന് വിട്ട കല്ലുകൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ആർത്ത് വിളിച്ച് അവർ എത്തി. അംഗദൻ അടുത്തെത്തിയപ്പോൾ ആ വനരരാജാവായ സുഗ്രീവൻ ദുഃഖം കൊണ്ട് ദുഃഖിതനായിരിക്കുന്ന ആ രാമനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയ്ക്ക് മംഗളമുണ്ടായിരിക്കുന്നു. ആശ്വസിച്ചാലും ദേവിയെ കണ്ടെത്തി, സംശയമില്ല. കാലാവധി കഴിഞ്ഞ് അവർക്കിവിടെ വരാനാവില്ല. ശുഭദർശന, അംഗദൻ്റെ സന്തോഷം കൊണ്ട് കാര്യം നേടിയെന്ന് എനിക്കറിയാം. വാനരശ്രേഷ്ഠനും മഹാഭാഗവുമായ യുവരാജാവ് അംഗദൻ കാര്യം സാധിക്കാതെ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക? അവൻ്റെ മുഖത്ത് അങ്ങനെയാണെങ്കിൽ തന്നെ ദുഃഖമാണ് കാണേണ്ടത്. ഏതായാലും ഇപ്പോൾ വളരെ സന്തുഷ്ടരാണ് എന്ന് പറയുന്നു. പിതൃപൈതാമഹന്മാരായിട്ട് പാലിക്കപ്പെട്ടതാണ് ഈ മധുവനം. വാനരന്മാരായ ഞങ്ങളുടെ സീതയെ കണ്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷകരമായ വാർത്ത പറയാൻ ഉള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ കയറി ഇത്തരത്തിലുള്ള അതിക്രമമൊന്നും കാണിക്കാൻ യാതൊരു തരത്തിലും അവർ ശക്തരാവില്ല. ആ ഹനുമാൻ്റെ കഴിവ്, ജാംബവാൻ്റെ ബുദ്ധിശക്തി, ഇതെല്ലാം തീർച്ചയായിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രയോജനം ഉണ്ടാക്കി തീർത്തു എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ കുരങ്ങന്മാരുടെ കലപില ശബ്ദമൊക്കെ കേട്ടു. അദ്ദേഹം
സന്തോഷം പൂണ്ട് അവരോട് ഭൂമിയിലേക്ക് വരാനുള്ള അനുജ്ഞ നൽകി. അംഗദനെയും ഹനുമാനെയും മുന്നിലാക്കി ആ വനരന്മാർ രാമനെ കാണാൻ അസ്ഥി കൊണ്ടുവന്നെത്തി. അംഗദാദികളായ വീരന്മാരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി രാമൻ്റെയും ആ സുഗ്രീവൻ്റെയും കൽക്കൽ വന്ന് നമസ്കരിച്ചു. മഹാബാഹുവായ ഹനുമാൻ തലകുമ്പിട്ട് വണങ്ങി ദേവിയെ കണ്ടു എന്നാണ് അദ്ദേഹം ആ അമൃതതുല്യമായ വാക്യം ഹനുമാൻ രാമനോട് പറഞ്ഞത്. അങ്ങനെ ഹനുമാൻ്റെ മുഖത്ത് നിന്ന് ആ വാക്ക് കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാർക്കും സുഗ്രീവനുമൊക്കെ ഉണ്ടായ സന്തോഷത്തിന് യാതൊരു അളവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.